സത്യം മറയ്ക്കാൻ ഭാഷ ഉപയോഗിക്കാം, പക്ഷേ ഒരു ചിത്രം ഒരിക്കലും കള്ളം പറയില്ല. ശാന്തമായ ശുഭാപ്തി വിശ്വാസവും ഇടയ്ക്കിടെ നിരാശാജനകമായ അശുഭാപ്തി വിശ്വാസവും നിറയുന്ന ചിത്രങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിത്യാഭ്യാർത്ഥിയായ ദലൈലാമ, അനന്തമായി സുഖപ്പെടുത്തുന്ന മദർ തെരേസ, സൗമ്യമായ മതവിശ്വാസത്താൽ സുഖം പ്രാപിച്ചൊരു രാജ്യം, സത്യജിത് റേ സിനിമയുടെ നിശബ്ദ വാചാലത, ഓഫീസിലിരിക്കുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഗാംഭീര്യ സാന്നിധ്യം, ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന അടയാളപ്പെടുത്തലുകൾ. ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയുടെ പിതാവ്, ഫോട്ടോഗ്രാഫിയുടെ ഇന്ത്യൻ മേൽവിലാസം, ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ കുലപതി, ഭാരതത്തിന്റെ ദൃശ്യ ചരിത്രകാരൻ, ഇന്ത്യയുടെ ചരിത്രവും ആത്മാവും ക്യാമറ കണ്ണിൽ പകർത്തിയെടുത്ത അതുല്യ പ്രതിഭ, ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫിക് ഏജൻസിയായ മാഗ്നം ഫോട്ടോസിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ, 1984 ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ ഭീകരത ലോകത്തിന് മുന്നിലെത്തിച്ച അജ്ഞാതനായ കുട്ടിയുടെ ശവസംസ്കാരം എന്ന അദ്ദേഹത്തിന്റെ ചിത്രം രാജ്യാന്തര തലത്തിൽ തന്നെ നൊമ്പരമായി മാറി. സുഹൃത്തുക്കളെ, ഇന്നത്തെ എന്റെ വീഡിയോ ലോക പ്രശസ്ത ഇന്ത്യൻ ഫോട്ടോഗ്രാഫറായ രഘുറായ് എന്ന് വിളിപ്പേരുള്ള രഘുനാഥ് റായ് ചൗധരിയെ കുറിച്ചാണ്. ഇന്ദിരാഗാന്ധിയുടെ ഏകാന്തതയും മദർ തെരേസയുടെ കരുണയും ലോകം കണ്ടത് അദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണുകളിലൂടെയാണ്. ഇതൊന്നും നേർചിത്രങ്ങൾ മാത്രമായിരുന്നില്ല, ചരിത്രത്തിന്റെ സാക്ഷ്യപത്രങ്ങൾ കൂടിയായിരുന്നു. സത്യജിത് റായിയുടെയും ദലൈലാമയുടെയും വിശ്വപ്രസിദ്ധമായ പോർട്രേറ്റ്സ് മുതൽ സാധാരണക്കാരന്റെ തെരുവ് ജീവിതം വരെ നീളുന്നു അദ്ദേഹത്തിന്റെ വിസ്മയ കാഴ്ചകൾ. 6 പതിറ്റാണ്ടിലേറെ രാജ്യത്തിന്റെ ആത്മാവ് പകർത്തിയ നിരവധി ചിത്രങ്ങളാണ് രഘുറായ് തന്റെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചത്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നിമിഷങ്ങളെ ഒപ്പിയെടുക്കുന്ന കലയാണ് ഫോട്ടോഗ്രാഫി എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു രഘുറായ്. തന്റെ ശരീരത്തിന്റെ ഭാഗമായി ക്യാമറയെ കണ്ടിരുന്ന അദ്ദേഹം ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. യഥാർത്ഥത്തിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്ന റായ് തികച്ചും യാദൃച്ഛികമായാണ് ക്യാമറയുടെ ലോകത്തിലേക്ക് എത്തിയത്. 1960കളിൽ ഒരവധിക്കാലത്ത് ഡൽഹിയിലെത്തിയ അദ്ദേഹം തന്റെ മൂത്ത സഹോദരനും പ്രശസ്ത ഫോട്ടോഗ്രാഫറുമായ എസ് പോളിനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളാണ് ആ ജീവിതം മാറ്റിമറിച്ചത്. അവിടെ വെച്ച് ഫോട്ടോഗ്രാഫിയുടെ കലയും സാങ്കേതികതയും മനോഹാരിതയും മനസ്സിലാക്കിയ രഘുറായ് താൻ ഇതുവരെ ചിന്തിക്കാതിരുന്ന ഒരു ലോകത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ വെച്ച് അദ്ദേഹം പകർത്തിയ ഒരു കഴുതയുടെ ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിൽ നിർണായകമായി. ആ ചിത്രം സഹോദരൻ എസ് പോൾ ലണ്ടനിലെ പ്രശസ്തമായ ടൈംസ് പത്രത്തിന് അയച്ചു കൊടുക്കുകയും പ്രതിഫലത്തോടെ അവിടെ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അതോടെ തന്റെ ലക്ഷ്യം എഞ്ചിനീയറിംഗ് അല്ല, ഫോട്ടോഗ്രാഫിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. 1965 ദി സ്റ്റേറ്റ്സ്മാൻ പത്രത്തിലൂടെയാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. വൈകാതെ അവിടെ ചീഫ് ഫോട്ടോഗ്രാഫറായി അദ്ദേഹം നിയമിതനായി. പിന്നീട് സൺഡേ മാഗസിനിൽ പിക്ചർ എഡിറ്ററായും ഇന്ത്യ ടുഡേയിൽ ഫോട്ടോഗ്രാഫി വിഭാഗം ഡയറക്ടറായും അദ്ദേഹം തന്റെ മികവ് തെളിയിച്ചു. ഭാരതീയ ജീവിതത്തിന്റെ തുടിപ്പുകൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ ക്യാമറ കണ്ണുകൾ ഇന്നും അനശ്വരമായ ദൃശ്യങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നു. 1971 പാരീസിൽ നടന്ന ഫോട്ടോ പ്രദർശനം അദ്ദേഹത്തിന് രാജ്യാന്തര ശ്രദ്ധ നേടിക്കൊടുത്തു. 1972 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1992 അമേരിക്കയിലെ ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 50ലധികം ഫോട്ടോ ബുക്കുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഇന്ദിരാഗാന്ധി, മദർ തെരേസ, ദലൈലാമ, സത്യജിത് റേ, മഹർഷി മഹേഷ് യോഗി തുടങ്ങിയവരുടെ ജീവിത മുഹൂർത്തങ്ങൾ രഘുറായ് തന്റെ ക്യാമറയിലൂടെ അനശ്വരമാക്കി. ടൈംസ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ഹരിയാന ഗ്രാമത്തിലെ കഴുതയുടെ ചിത്രം ഇന്ത്യയിലെ ദൃശ്യ കഥാഖ്യാനത്തിന് പുനർനിർവചനം നൽകാനുള്ള അദ്ദേഹത്തിന്റെ യാത്രയുടെ തുടക്കമായിരുന്നു. ചിത്രങ്ങൾ വെറുതെ പകർത്തുകയല്ല, മറിച്ച് ആ നിമിഷത്തിന്റെ ആത്മാവിനെ കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് ആ നിമിഷത്തിന്റെ സത്യമായിരിക്കണം എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ബഹളങ്ങൾക്കിടയിലും അദ്ദേഹം കണ്ടെത്തുന്ന നിശബ്ദത അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ മാത്രം പ്രത്യേകതയായിരുന്നു. ഭാരതത്തിന്റെ ഗ്രാമങ്ങളും തെരുവുകളും ആളുകളുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്യാൻവാസ്. സാധാരണക്കാരുടെ ജീവിതവും ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും പകർത്തുന്നതിൽ അദ്ദേഹം അതീവ താല്പര്യം കാണിച്ചു. ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ ഹെൻറി കോർട്ടിയർ ബ്രസ്റ്റണിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലുടനീളം ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ ഫോട്ടോഗ്രാഫിയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ തലമുറയിലെ ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു വഴികാട്ടിയായി അദ്ദേഹം
ഒരു ഫോട്ടോഗ്രാഫർ എന്നതിനേക്കാളും ജീവിതത്തെ നിരീക്ഷിക്കുന്ന ഒരാളായാണ് അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയത്. ഫോട്ടോഗ്രാഫി എന്നത് വെറും സൗന്ദര്യമല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കലാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഭോപ്പാൽ ദുരന്തത്തിന്റെ ഇരകൾ അനുഭവിച്ച വേദന വെറും കാഴ്ചകൾക്കപ്പുറം ലോകത്തിന്റെ ഹൃദയത്തിൽ തറയ്ക്കുന്ന രീതിയിൽ പകർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയിലെ കുലപതിയായി അറിയപ്പെടുന്ന രഘുറായ് കറുപ്പും വെളുപ്പും ചിത്രങ്ങളിലൂടെയാണ് ലോക പ്രശസ്തനായതെങ്കിലും അദ്ദേഹത്തിന്റെ കളർ ഫോട്ടോഗ്രാഫി ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ ആത്മാവിനെ ഒപ്പിയെടുക്കുന്നതായിരുന്നു. 2026 ഏപ്രിൽ 26 തന്റെ 83-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്രയായെങ്കിലും അധികാരത്തിന്റെ ഇടനാഴികളും സാധാരണക്കാരന്റെ ദൈന്യതയും പകർത്തിയ ആ ക്യാമറ കണ്ണുകൾ കാലത്തെ അതിജീവിക്കും. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ ഒരു മഹാപ്രതിഭയുടെ വിയോഗം വലിയ ശൂന്യത തന്നെയാണ്. രഘുറായിയുടെ വിയോഗം ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ ഒരു യുഗാന്ത്യം കൂടിയാണ്. വെളിച്ചവും നിഴലും കൊണ്ട് ചരിത്രം രചിച്ച ആ ക്യാമറ കണ്ണുകൾ ഇനി ചിന്നില്ലെങ്കിലും അദ്ദേഹം പകർത്തിയ ഓരോ ചിത്രവും ഇന്ത്യയുടെ ആത്മാവായി തുടിച്ചു നിൽക്കും. രഘുനാഥ് റായ് ചൗധരി എന്ന രഘുറായ് നമുക്കായി ബാക്കി വെച്ചത് വെറും ചിത്രങ്ങളല്ല, മറിച്ച് മാറ്റമില്ലാത്ത സത്യത്തിന്റെ നേർക്കാഴ്ചകളാണ്. രാഷ്ട്രീയത്തിലെ വമ്പന്മാരും തെരുവിലെ സാധാരണക്കാരും അദ്ദേഹത്തിന്റെ ലെൻസിലൂടെ ചരിത്രത്തിന്റെ ഭാഗമായി. ഒരു യുഗത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഫോട്ടോ ജേർണലിസത്തിന്റെ ലോകത്ത് ആ പേര് എന്നും തിളങ്ങി നിൽക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.